ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4-ലെ 2-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ഈ ദശകത്തിൽ യോഗാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അതിലൂടെ ഭഗവത് പ്രാപ്തി നേടുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് പറഞ്ഞിരുന്നു, ഭഗവാനെ, എനിക്ക് അങ്ങയെ ഉപാസിക്കാനുള്ള എത്രത്തോളം ആരോഗ്യം വേണമോ അത്രത്തോളം ആരോഗ്യം നൽകിയാൽ ഞാൻ അഷ്ടാംഗയോഗ വിധിപ്രകാരം കഠിനമായ യോഗചര്യകളൊക്കെ അനുഷ്ഠിച്ചു തന്നെ അങ്ങയുടെ പ്രീതി നേടിക്കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ ഈ 2-ാമത്തെ ശ്ലോകത്തിൽ അഷ്ടാംഗയോഗ മാർഗങ്ങളിലെ ആദ്യത്തെ 3 അംഗങ്ങളായ യമം, നിയമം, ആസനം ഇവയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈരപ്ലവാദി നിയമൈശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. നമുക്ക് ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. ബ്രഹ്മചര്യ ദൃഢതാദിഭിർയമൈ. ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി. ബ്രഹ്മചര്യ ദൃഢത, ഉറച്ച ബ്രഹ്മചര്യം. ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി, ഉറച്ച ബ്രഹ്മചര്യം മുതലായ യമൈഹി, യമങ്ങളെയും. അതായത് 1-ാമത്തെ അംഗമായ യമം എന്ന അംഗത്തിൽ ബ്രഹ്മചര്യ ദൃഢത തുടങ്ങിയ 5 അംഗങ്ങളുണ്ട്. അതായത് ബ്രഹ്മചര്യം, അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ഇങ്ങനെ 5 അംഗങ്ങളാണ് യമം എന്ന അംഗത്തിലുള്ളത്. അതായത് ബ്രഹ്മചര്യം എന്നാൽ മനസ്സിനെയും ശരീരത്തെയും ബാഹ്യ പ്രേരണകളിൽ നിന്ന് നിയന്ത്രിക്കുക, ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുക. അഹിംസ എന്നാൽ മറ്റുള്ളവരെ മനസാ വാച കർമ്മണ ദ്രോഹിക്കാതെ ഇരിക്കുക. സത്യം എന്നാൽ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സത്യമായിരിക്കുക. അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക, ആരുടെയും ധനത്തെയും ഐശ്വര്യത്തെയും മോഷ്ടിക്കാതിരിക്കുക, അതാണ് അസ്തേയം എന്ന് പറയുന്നത്. ഇനി 5-ാമത്തെ അംഗമായ അപരിഗ്രഹം. പരിഗ്രഹം എന്നാൽ സ്വീകരിക്കുക. അപരിഗ്രഹം, ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാതിരിക്കുക. ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയും ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ 1-ാമത്തെ അംഗമായ യമം എന്ന അംഗത്തിൽ 5 അംഗങ്ങളുണ്ട്. അവയാണ് ബ്രഹ്മചര്യം, അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം. അപ്പോൾ 1-ാമത്തെ വരിയിൽ പറയുന്നത് ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി യമൈഹി. ബ്രഹ്മചര്യ ദൃഢത തുടങ്ങിയ അംഗങ്ങളോടുകൂടിയ യമൈഹി, യമത്തെയും. ആപ്ലവാദി നിയമൈശ്ച പാവിതാഹ. ആപ്ലവം എന്നാൽ സ്നാനം, കുളി എന്നർത്ഥം. ആപ്ലവാദി, കുളി മുതലായ നിയമൈഹി ച, നിയമം എന്ന അംഗത്തെയും. അതായത് നിയമം എന്ന 2-ാമത്തെ അംഗത്തിലും ഇതുപോലെ 5 അംഗങ്ങളുണ്ട്. അത് ശൗചം, സന്തോഷം, സ്വാധ്യായം, തപസ്, ഈശ്വരപ്രണിധാനം എന്നീ 5 അംഗങ്ങളാണ് നിയമം എന്ന അംഗത്തിലുള്ളത്. അതിൽ 1-ാമത്തെ അംഗമായി ശൗചം എന്ന അംഗത്തിലാണ് കുളി, സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആപ്ലവാദി നിയമൈഹിച്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുളി തുടങ്ങിയ, ശൗചം തുടങ്ങിയ 5 അംഗങ്ങളായ സന്തോഷം, സ്വാധ്യായം, തപസ്, ഈശ്വരപ്രണിധാനം, ശൗചം എന്നീ 5 അംഗങ്ങളെയും, അതായത് ശൗചം എന്നാൽ മനസ്സും ശരീരവും ശുദ്ധമാക്കുക, കുളിക്കുക, സ്നാനം ചെയ്യുക. 2-ാമത്തെ അംഗം സന്തോഷം, അതായത് മനസ്സിന് തൃപ്തിയായിട്ടിരിക്കുക. ഈശ്വരനോടല്ലാതെ മറ്റൊന്നിനോടും ആഗ്രഹമില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിന് തൃപ്തിയായിട്ടിരിക്കുകയാണ്. അതാണ് സന്തോഷമെന്ന് ഉദ്ദേശിക്കുന്നത്. 3-ാമത്തെ അംഗം നിയമം എന്ന അംഗത്തിലെ 3-ാമത്തെ അംഗം സ്വാധ്യായം, പഠനം അല്ലെങ്കിൽ അറിവ് നേടൽ. ഈശ്വര ദർശനത്തിനായി ഉതകുന്ന അറിവിൻ്റെ ലാഭം. അതായത് ഈ അഷ്ടാംഗയോഗ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെ ഈശ്വര ദർശനത്തിനായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഈശ്വര ദർശനത്തിനായി ഉതകുന്ന അറിവിൻ്റെ ലാഭം, അതായത് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അധ്യയനം ചെയ്യുന്നതിനാണ് സ്വാധ്യായം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ 4-ാമത്തെ അംഗമാണ് തപസ്.
മനസ്സിനെ ഏകാഗ്രമാക്കി ഈശ്വരനെ ധ്യാനിക്കുക. അതായത് ആന്തരികവും ബാഹ്യവുമായ യാതൊരു ക്ലേശങ്ങളും മനസ്സിനെ അലട്ടാതെ ഈശ്വരനിൽ മാത്രം ഏകാഗ്രമാക്കി മനസ്സിനെ ഇരിക്കുന്നതിനാണ് തപസ് നിർദ്ദേശിക്കുന്നത്. ഇനി 5-ാമത്തെ അംഗം ഈശ്വരപ്രണിധാനം. സർവം ഈശ്വരാർപ്പണം എന്ന മട്ടിൽ മനസ്സിൽ സദ്വികാരങ്ങൾ മാത്രമായിട്ട് ഇരിക്കുന്നതിനാണ് ഈശ്വരപ്രണിധാനം എന്ന് പറയുന്നത്. അപ്പോൾ 2-ാമത്തെ അംഗമായ നിയമം എന്ന അംഗത്തിൽ ശൗചം, സന്തോഷം, സ്വാധ്യായം, തപസ്, ഈശ്വരപ്രണിധാനം എന്നീ 5 അംഗങ്ങളുണ്ട്. അതിൽ ശൗചം എന്ന ആദ്യത്തെ അംഗത്തിലുള്ളതാണ് ആപ്ലവാദി എന്നിവിടെ ഉദ്ദേശിച്ചത്. കുളി മുതലായ നിയമൈഹീച എന്ന് പറഞ്ഞത്. അപ്പോൾ ആപ്ലവാദി നിയമം എന്ന അംഗത്തെയും അനുഷ്ഠിച്ചിട്ട്, അതായത് ബ്രഹ്മചര്യം മുതലായ യമം എന്ന അംഗത്തിലെ എല്ലാ കാര്യങ്ങളെയും അനുഷ്ഠിച്ചിട്ട്, സ്നാനം തുടങ്ങിയ നിയമം എന്ന അംഗത്തിലെ എല്ലാ കാര്യങ്ങളെയും അനുഷ്ഠിച്ചിട്ടും പാവിതാഹ പരിശുദ്ധരായിട്ട്. അങ്ങനെയാണ് 1-ാമത്തെ 2 വരികളുടെ അർത്ഥം വരുന്നത്. ഇനി 3-4 വരികൾ നോക്കാം. കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. കുർമഹേ ചെയ്തുകൊള്ളാം, ദൃഢം ഉറച്ച്, അമി ഈ ഞങ്ങൾ അല്ലെങ്കിൽ വയം എന്നർത്ഥം, അമി ഈ ഞങ്ങൾ ഉറച്ച് ചെയ്തുകൊള്ളാം. അതായത് 3-ാമത്തെ ഇതിൽ ഈ ശ്ലോകത്തിൽ 3 അഷ്ടാംഗയോഗ മാർഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. യമം, നിയമം, ആസനം. അപ്പോൾ യമം, നിയമം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യത്തെ 2 വരികളിൽ പറഞ്ഞു. ഇനി പറയുന്നത് ആസനം എന്ന അംഗത്തെക്കുറിച്ചാണ്. ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പര. സുഖാസനം, പിന്നെ പങ്കജാതി അപിവ. പങ്കജം എന്നാൽ താമര, പങ്കജാതി ആസനം എന്നാൽ പത്മാസനം എന്നർത്ഥം. അപ്പോൾ സുഖാസനം, പത്മാസനം മുതലായ ഇതിലേതെങ്കിലും, അപിവ ഏതെങ്കിലും ഒന്നിൽ. അതായത് ഈ ആസനം എന്നതിൽ സുഖാസനം, പത്മാസനം, സ്വസ്തികാസനം, ത്രികോണാസനം, ഭുജംഗാസനം എന്നൊക്കെ തുടങ്ങി കുറേ ആസനങ്ങളുണ്ട്. അതിൽ സുഖാസനമോ പത്മാസനമോ പത്മാസനം മുതലായ വേറെ ഏതെങ്കിലും ഒരു ആസനമോ അപിവ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ദൃഢം കുർമഹേ ഉറച്ച് ചെയ്തു കൊള്ളാം, ഭവത്പര അങ്ങയുടെ ആശ്രിതരായ ഈ ഞങ്ങൾ, അങ്ങയെ ആശ്രയിക്കുന്ന ഈ ഞങ്ങൾ. ഭവത്പര എന്നാൽ അങ്ങയെ ആശ്രയിക്കുന്നവരായിരിക്കുന്ന ഞങ്ങളെന്നർത്ഥം. അപ്പോൾ ഈ ആസനം എന്ന അംഗത്തിൽ സുഖാസനമോ പത്മാസനമോ മറ്റേതെങ്കിലും സൗകര്യപ്രദമായ ആസനം തിരഞ്ഞെടുത്തിട്ട് ഉറച്ച് ചെയ്തു കൊള്ളാം, ഉറച്ചിരുന്നു കൊള്ളാം ഈ ഞങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥമെന്ന് പറയാം. അല്ലയോ ഭഗവാനെ, അങ്ങയെ മാത്രം ആശ്രയിക്കുന്നവരായ ഈ ഞങ്ങൾ അഷ്ടാംഗയോഗ മാർഗങ്ങളിൽ ഉൾപ്പെടുന്ന ബ്രഹ്മചര്യം മുതലായ യമങ്ങളെയും, ഈ യമങ്ങളിൽ ഉൾപ്പെടുന്ന ബ്രഹ്മചര്യം, അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം ഇവയെ ശരിയാവണ്ണം ആചരിച്ചിട്ടും സ്നാനം മുതലായ നിയമങ്ങളെയും, അതായത് നിയമങ്ങളിൽ ഉൾപ്പെടുന്ന ശൗചം, സന്തോഷം, സ്വാധ്യായം, തപസ്, ഈശ്വരപ്രണിധാനം ഇവയെയും വിധിയാവണ്ണം ആചരിച്ചിട്ടും പരിശുദ്ധരായി തീർന്നിട്ട് 3-ാമത്തെ ആസനം എന്ന യോഗത്തിനു വേണ്ടി സുഖാസനം അല്ലെങ്കിൽ പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും സൗകര്യപ്രദമായ ഒരു ആസനവും തിരഞ്ഞെടുത്തിട്ട് അതിൽ ഉറച്ചുകൊള്ളാം എന്നാണ് പറയുന്നത്. ബ്രഹ്മചര്യദൃഢതാദിഭിര്യമൈരാപ്ലവാദി നിയമൈശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. 3-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.